നമസ്കാരം. ഷൈൻ ടോം ചാക്കോ ഇന്ത്യൻ ആക്ടർ. കുറച്ച് സിനിമകളിലൂടെ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നടനാണ്. കാരണം ഒരു പ്രത്യേക തരം ഇത്രയും നാൾ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു അഭിനയം, ഒരു നാച്ചുറാലിറ്റി രീതിയിലുള്ള ഒരു അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള ഒരു നടനാണ് ഷൈൻ ടോം ചാക്കോ. അദ്ദേഹം അഭിനയിച്ച കുറച്ച് സിനിമകളിലൂടെ തന്നെ പെട്ടെന്ന് തന്നെ പോപ്പുലാരിറ്റി നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ലഹരി കേസിൽ ഒരുപാട് വിമർശനങ്ങളും വിവാദങ്ങളും വന്ന് കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ അദ്ദേഹം അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ പോലീസിന് വ്യക്തമായ ഒരു കാരണത്തിലൂടെയൊക്കെ തെളിവ് കിട്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ അടുത്ത് വിൻസി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ നടി, കുറച്ച് സിനിമകളിലൂടെ തന്നെ പെട്ടെന്ന് തന്നെ മലയാളികൾക്ക് പരിചയമായിട്ടുള്ള ഒരു നടി വിൻസി അലോഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നടി ഒരു സിനിമാ ലൊക്കേഷനിൽ വെച്ചിട്ട്, ഷൈൻ ടോം ചാക്കോൻ്റെ കൂടെ ഒരു സിനിമാ ലൊക്കേഷനിൽ വെച്ചിട്ട് തന്നോട് അപമര്യാദ രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സിനിമ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കുറച്ച് നാളുകൾക്ക് ശേഷം അവരൊരു പരാതിയായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ആളെ പോലീസുകാർ വിളിച്ച് ചോദ്യം ചെയ്തു. ആ ഒരു ചോദ്യത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ആ മറുപടികളിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യം, അദ്ദേഹം ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതെല്ലാം വാക്കുതർക്കങ്ങളിലൂടെ പറഞ്ഞ് അതൊരു ഒത്തുതീർപ്പിലാക്കി ആ ഒരു സംസാരങ്ങളൊക്കെ അവിടെ ഒതുക്കി നിർത്തി ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്ന് നിലം പതിച്ച് ഇരിക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ വീണ്ടും ആ ഒരു സിനിമയിൽ തന്നെ ഈ വിൻസി എന്ന് പറഞ്ഞ നടിക്ക് അനുഭവപ്പെട്ട ആ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് തന്നെ പുതിയൊരു നടി അപർണ ജോൺസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടിക്ക് ഇതുപോലെ ഷൈൻ ടോം ചാക്കോൻ്റെ അടുത്തു നിന്ന് തന്നെ ഇതുപോലെ മോശമായ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായി എന്നുള്ളതാണ് പുതിയൊരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. നമുക്ക് ആ നടി പറയുന്ന ഒന്ന് കേട്ടു നോക്കാം. വളരെ സ്ട്രോങ് സെക്ഷൽ കൊണോട്ടേഷൻസോട് കൂടിയുള്ള സംസാരങ്ങൾ സെറ്റിൽ നമ്മൾ ഒരു സീൻ എടുക്കാൻ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും അല്ലാതെ ബ്രേക്ക് എടുത്ത് നമ്മൾ മാറിയിരിക്കുമ്പോഴും ഒക്കെ കണ്ടിന്യൂസ്ലി അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് വളരെ ഡിസ്റ്റർബിംഗ് ആണ്, വളരെ അൺസെറ്റിലിംഗ് ആണ്, വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. അത് കേട്ടിട്ട് അതിന് ശേഷം സ്ക്രിപ്റ്റിലുള്ള ഡയലോഗ്, അതുപോലെ നമ്മൾ അത് നമ്മളോട് അശ്ലീലം പറഞ്ഞ ആളുടെ അടുത്ത് സ്ക്രിപ്റ്റിലുള്ള ഡയലോഗ് പറഞ്ഞ് ഒരു കൊളാബറേഷൻ അവിടെ നടക്കുന്നതിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, അതിങ്ങനെ കണ്ടിന്യൂസ്ലി ഷൈനുമായിട്ടുള്ള സീൻസ് ഷൂട്ട് ചെയ്യുന്ന സമയങ്ങളെല്ലാം തന്നെ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അപ്പം ഇതുമായി ബന്ധപ്പെട്ട IC പരാതി പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ആ IC അംഗങ്ങളോട് ഈ കാര്യം അറിയിച്ചിരുന്നു? ഞാൻ ഇതെന്റെ ആദ്യത്തെ മൂവിയാണ്. ഞാൻ നാട്ടില് കേരളത്തിൽ ജീവിക്കുന്ന ഒരാളല്ല, ഞാൻ ഓസ്ട്രേലിയയിലാണ് ജീവിക്കുന്നത്, കുറച്ച് നാളുകളായി ഇവിടെയാണ്. അപ്പോൾ ആദ്യത്തെ മൂവിയാണ്. അപ്പോൾ ഇങ്ങനെ IC എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, ഇങ്ങനെ ഒരു എന്തെങ്കിലും കംപ്ലയിന്റ് ചെയ്യാനുണ്ടെങ്കിൽ അവരോട് ഫോർമലി വേണം കംപ്ലയിന്റ് ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്കൊരു ധാരണയില്ലായിരുന്നു. പക്ഷെ എനിക്കിങ്ങനെ ഒരു ഡിസ്കംഫോർട്ട് ഉണ്ടായപ്പോൾ തന്നെ എനിക്ക് അവിടെ വളരെയധികം സൗഹൃദം തോന്നിയിരുന്ന മറ്റൊരു സ്ത്രീ ആർട്ടിസ്റ്റ്, ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ്, സൗജന്യ വർമ്മ, അഡ്വക്കേറ്റ് സൗജന്യ വർമ്മ, ആ കുട്ടിക്ക് അവിടെ പ്രൊഡക്ഷൻ ടീമായിട്ടൊക്കെ കുറച്ച് അടുപ്പമുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് തന്നെ, അതുകൊണ്ട് മാത്രമല്ല വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മളൊരു സൗഹൃദം സ്ഥാപിച്ചിരുന്നു ആദ്യത്തെ ദിവസം തന്നെ. അതുകൊണ്ട് എനിക്കുണ്ടായ ഒരു ഡിസ്കംഫർട്ട് ഞാൻ അദ്ദേഹമായിട്ട് ഷെയർ ചെയ്യുകയും സൗജന്യ എനിക്ക് അവിടെ അതിനൊരു പരിഹാരം അപ്പൊ തന്നെ ചെയ്തു തരുകയും ചെയ്തു. അതുകൊണ്ട് എനിക്കതൊരു ഫോർമൽ കംപ്ലൈന്റ് ആക്കി മുന്നോട്ട് പോകണമെന്ന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പുതിയ വന്നിട്ടുള്ള പരാതിയിൽ ഈ നടിയും സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. വായിൽ നിന്നും വെള്ളപ്പൊടി തുപ്പി ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ തന്നെ ആയിരിക്കണം എന്ന് തന്നോട് സംസാരിച്ച് എന്നുള്ളത് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഉണ്ടാവുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചു സിനിമ ഷൂട്ടിങ്ങിലും ലൊക്കേഷനിലൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് വെളിപ്പെട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഒരു അവസാനം ഇവർ ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഷൈൻ ടോം ചാക്കോനെ വിടാതെ തന്നെ പല പരാതികളുമായിട്ട് സ്പോട്ടിൽ പ്രതികരിക്കാതെ ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് പിന്നീട് ഒരു അവസരത്തിൽ ഇതുപോലെ വന്ന് ഓരോരുത്തരും വന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും പുതിയ പരാതികൾ വരാനുള്ള ഒരുപാട് ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ച് ഇതൊന്നും ഒരു സബ്ജക്റ്റ് അല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം നടക്കുന്നത്. പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ഉറപ്പായുള്ള ഒരു കാര്യം. കാരണം ഈ അടുത്ത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തപ്പോൾ, അദ്ദേഹം ഹാജരായപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആ ഒരു വിട്ടുവീഴ്ചകളിലൂടെ തന്നെയാണ് ഇനി സിനിമ കമ്പനികൾ തീരുമാനിച്ചിരിക്കുന്നതും സിനിമ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നതും താൻ തുടർന്ന് സിനിമയിൽ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് നിബന്ധനകൾ പാലിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്.
ഓക്കെ, എന്തായാലും ഷൈൻ ടോം ചാക്കോയ്ക്ക് ഈ പരാതികളെല്ലാം ആരക്കഞ്ഞി വന്ന് പറഞ്ഞാലും കൂടിയിട്ട് അദ്ദേഹത്തിന് സിനിമാ മേഖലയിലുള്ള ആ ഒരു പ്രേക്ഷകരുടെ ഉള്ളിലുള്ള ഇഷ്ടം ഒരിക്കലും പോവില്ല. സപ്പോസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അഭിനയം പ്രേക്ഷകർ കാണാൻ ഒരുപാട് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയും ഒരുപാട് സിനിമകൾ ഇപ്പോൾ ആൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി വരാൻ പോവുകയാണ്. സിനിമ സ്നേഹിക്കുന്ന പ്രേക്ഷകർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ വ്യക്തിപരമായിട്ട് ഇവർക്കിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതൊരു വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. അതിൻ്റെ പരിഹാരങ്ങൾ അവർ തന്നെ അവിടെ കാണും എന്നുള്ളതാണ്. ഓക്കെ, ഇനിയും പരാതികൾ വരാം. നമ്മൾ ഇനി ആരും ഞെട്ടാൻ പോകുന്നില്ല. കാരണം നിരന്തരം ഇതിങ്ങനെ ഓരോ പേരുകളും പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കറിയുന്ന കാര്യം. ഓക്കെ, താങ്ക് യു.